ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആമിമോളുടെ അംഗനവാടി കലോത്സവം ഉണ്ടായിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് അതിൻ്റെ മുന്നിലത്തെ സൺഡേ ഞാൻ കുഞ്ഞു മക്കളെയൊക്കെ വെച്ച് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആകെ ഒരു ദിവസമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായുള്ളൂ, ഒരു സൺഡേ. അന്നത്തെ ദിവസമാണ് ഞാൻ എല്ലാ സ്റ്റെപ്പും മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ കളിച്ചത് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ഭാഗമൊക്കെ മുന്നേ ഒരു കുട്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നെ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു സൺഡേ ആണ് നമുക്ക് കിട്ടിയത്. അതിനാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പൊക്കെ ശരിയാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ കുഞ്ഞു മക്കളാണ് അവർ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില മകൾക്ക് സ്റ്റെപ്പ് കിട്ടാൻ താമസം ഉണ്ടാവും, ഓർമ്മയുണ്ടാവില്ല. പിന്നെ വിളിച്ചിട്ട് നിൽക്കണമെന്നില്ല. ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. കുട്ടികളാണല്ലോ, അപ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മക്കൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടോ. ഇത് അവരുടെ കോസ്റ്റ്യൂം നമ്മളൊന്ന് ഇട്ട് നോക്കിച്ചതാണ്. അപ്പം ഇന്നാണ് ആമിമോളുടെ അംഗനവാടിയിലെ കലോത്സവം. ഇത് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നടത്തിയൊരു കലോത്സവമാണ്. അഴീക്കോട് പഞ്ചായത്തിലുള്ള എല്ലാ അംഗനവാടികളിലും വെച്ചിട്ട് എല്ലാ കുഞ്ഞുമക്കളുടെയും പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ആമിമോൾ പുറപ്പെട്ടു. നമ്മുടെ അംഗനവാടിക്ക് 2 പ്രോഗ്രാമാണുള്ളത്. ഒന്ന് ഗ്രൂപ്പ് സോങ്ങും ഒന്ന് ഗ്രൂപ്പ് ഡാൻസുമാണ്. ആരാ ക്യാഷ് തന്നെ? അതെല്ലേ മോള് ഫസ്റ്റ് വാങ്ങിച്ചാൽ നമ്മൾ എന്തല്ല ഡാഡ പണിക്കൂ. ഇനി ഫസ്റ്റ് വാങ്ങിച്ചാൽ നമ്മൾ കുറേ സാധനം വാങ്ങിച്ചിരുന്നില്ലേ അമ്മയല്ലോ. വാങ്ങണേ, ഫസ്റ്റ് വാങ്ങിച്ച് നല്ലോണം കളിക്കണേ, പാട്ടും പാടണം, ഡാൻസും കളിക്കണം കേട്ടാ. പാട്ട് പാടാ കൈയടിച്ച് താളമിട്ട് പാട്ട് പാടാ. ഇനി വയ്യ കാണിച്ചു കൊടുക്ക ഇവർക്ക്. ഒച്ചയൊന്നുമില്ല, ഒച്ചക്കിരിക്കുവാനായില്ല, ഒന്നിച്ചു നിന്ന് ഒരു പാട്ട് പാടാം, ഒന്നാളീ ലോകം സുന്ദര ലോകം കഴിഞ്ഞ്. അപ്പം നമുക്കിനി സ്റ്റേജിൽ കാണാം അല്ലേ. നമ്മൾ ഒരുങ്ങുന്ന എല്ലാം കാണാം അല്ലേ. സുന്ദരിയാക്കണ്ടേ, മേക്കപ്പ് ചെയ്യണ്ടേ, കണ്ണിനും ലിപ്സ്റ്റിക്കെല്ലാം ഇടണ്ടേ. അങ്ങനെ നമ്മളിവിടെ എത്തി. അഴീക്കോട് തന്നെയല്ല, ഗ്രാൻഡ് വില്ല എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ പരിപാടി. നമ്മളവിടെ എത്തുമ്പോഴേക്കും തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പം നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം ഡാൻസിന് 12 o'clock, പാട്ടിന് 2:30 ആയിരുന്നു കേട്ടോ. 2:30 ആ ഒരു ടൈമായിരുന്നു നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമൊക്കെ കണ്ട് അതിന് ശേഷമാണ് കുട്ടികളെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാൻ. കാരണം അത് ഭയങ്കര തടിച്ച ഡ്രസ്സാണ്. പിന്നെ അത് മാത്രമല്ല, അംഗനവാടി കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഏകദേശം അതൊരു 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇടാൻ ആപ്റ്റായിട്ടുള്ള തരത്തിലുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം അത്രയും വലിയ ഡ്രസ്സ് നമ്മൾ ചുരുക്കി കൊണ്ടുവന്ന് ചൂട് സമയമാണ്. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ അവരതൊക്കെ ബെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സമയം അടുപ്പിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷമാണ് കുട്ടികളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായത്. ആമിമോളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഈ നമ്മൾ വാടകയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ച് എല്ലാ കുഞ്ഞുങ്ങളും ഒന്നിച്ചൊക്കെ ഡാൻസ് ചെയ്യുന്നത്. ആമിമോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അംഗനവാടിയിൽ നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡാണ്. അവളെ സ്റ്റേജിൽ കാണാൻ ഞാൻ എക്സൈറ്റഡാണ്. ഞാൻ അവളെ മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങളെല്ലാവരും. കാരണം എൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയാൻ വേണ്ടി ഞാൻ കുഞ്ഞുങ്ങളെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മക്കൾ നന്നായി ചെയ്യണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കുട്ടികളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. ഇതാണ് പിന്നാമ്പുറ കാഴ്ചകൾ. പിന്നെ എന്താണ്, നമുക്കങ്ങനെ ഒരു വലിയ സൗകര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. എടുപിടി ഈ ഒരു അംഗനവാടി കലോത്സവം തന്നെ പെട്ടെന്ന് ഒരു 2 weeks കൊണ്ട് അവർ പറഞ്ഞ് നടത്തിയൊരു കലോത്സവമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ല. അവിടെ പോയിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റൂമില്ല. ബാത്റൂമിൻ്റെ ആ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കുട്ടികളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഭയങ്കര ഡിലേ ആയിട്ടാണ് കുട്ടികൾക്ക് കിട്ടിയത്. ഒന്നും ഒരു എന്താ പറയുക, അധികൃതർ എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ലാസ്റ്റ് ഇയറൊക്കെ ഏകദേശം 2 months കുട്ടിക്ക് പാട്ടും ഡാൻസൊക്കെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഇത്തവണ അത് വളരെ മോശം എന്ന് പറയാം. കാരണം ഒന്നും നമുക്കിപ്പം ഒരു സ്റ്റേജിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ കുറച്ച് ആൾക്കാർക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം നമുക്ക് പ്രോഗ്രാമിനുള്ള കുഞ്ഞുങ്ങൾ
ആ ഒരു ടൈം അവർക്ക് അലോട്ട് ചെയ്ത ടൈം കയറി നിൽക്കുക അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ. ചുറ്റും ആൾക്കാർ നിരന്ന് അത് നിയന്ത്രിക്കാൻ ഒരാളില്ല. ഫുഡ് കൊടുക്കുമ്പം നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോകുമ്പം നിങ്ങൾ വാങ്ങിക്കേണ്ട, ടീച്ചർ കൊണ്ടുതരും. ടീച്ചർ ഈ ഒരു 15 കുട്ടികളുള്ള അംഗനവാടിയിൽ ടീച്ചർ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർക്ക് കൊണ്ടുതരിക? അതും ടീച്ചർ ക്യൂ നിന്നിട്ടൊക്കെ. അപ്പം ഭയങ്കര അത് കോർഡിനേറ്റ് ചെയ്തവർ ഭയങ്കര മോശമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം അവർ പെട്ടെന്ന് നടത്തണമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് നടത്തിപ്പോയ ഒരു പ്രോഗ്രാം എന്ന് പറയാം. പക്ഷേ മക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ മക്കളും നമുക്ക് കണ്ട എല്ലാ കുഞ്ഞുങ്ങളും ഒപ്പന ഉണ്ടായിരുന്നു, സിനിമാറ്റിക് ഡാൻസ് തന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഫാഷൻ ഷോ എന്നുള്ള രീതിയിൽ ഉണ്ടായി, പിന്നെ അങ്ങനെ പാട്ട് എല്ലാം തന്നെയും നല്ല രീതിയിൽ തന്നെ മക്കൾ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ടായി കേട്ടോ. ഇത് ഒരു കുഞ്ഞു മക്കളിൽ കളിച്ച ഒപ്പനയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ മക്കളെല്ലാവരും ചെയ്തിട്ടുണ്ടായി. പക്ഷേ എങ്കിലും മണവാട്ടി തുടക്കം മുതൽ അവസാനം വരെ കരച്ചിലായിരുന്നു. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു കുട്ടികളല്ലേ, അവരിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അംഗനവാടിയിലൊക്കെ എന്ന് പറയുമ്പം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു മക്കളല്ലേ, അവരവരുടെ ആ ഒരു ഇഷ്ടത്തിന് ചെയ്തോട്ടെ. പക്ഷേ ഇറങ്ങി ഓടാനൊന്നും നോക്കിയില്ല കേട്ടോ, അവിടെ ഇരുന്ന് ഇതാക്കിയിട്ടുണ്ടായി. അപ്പം അങ്ങനെ ഒപ്പനയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു 2 വീക്സ് ടൈം കൊണ്ട് മാക്സിമം എല്ലാ അംഗനവാടി ടീച്ചേഴ്സും എല്ലാ അംഗനവാടിയിലുള്ള ആൾക്കാരും കൂടെ ചേർന്ന് മക്കളെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ആവും എല്ലാവരും സൈഡിൽ നിന്ന് ഡാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഠിപ്പിച്ചു കൊടുത്തവർ അവരോടൊക്കെ പറയുന്നുണ്ടായി, നിങ്ങൾ ചെയ്ത് കൊടുത്തോ. ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ പറഞ്ഞു നമ്മളോട് ചെയ്ത് കൊടുത്തേക്ക്, കുഞ്ഞു കുട്ടികളല്ലേന്ന്. അപ്പം നമ്മളും അങ്ങനെ സൈഡിൽ നിന്ന് ഞാനാണെങ്കിലും മോളുടെ അംഗനവാടിയിലെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ, അവർ വന്ന് ആ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാവരും ഒരേ ഡ്രസ്സിൽ ഒരുങ്ങി വന്ന് കാണാൻ തന്നെ അതൊരു രസമുള്ള കാഴ്ചയല്ലേ. പിന്നെ അവരിങ്ങനെ ഒന്ന് കുണുങ്ങി കളിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അംഗനവാടിയിലെ മക്കൾ. ഈ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടില്ല എന്നാണെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. മെമ്മോളുടെയും ടീമിൻ്റെയും ഡാൻസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഞാനിങ്ങനെ കളിപ്പിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടായി, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാണെങ്കിലും നമ്മുടെ അംഗനവാടിയിൽ ആരും അല്ല കേട്ടോ എടുത്തത്. എന്നെ അറിയാത്ത എനിക്കറിയാത്ത ഒരു പേഴ്സണാണ് ഇതെടുത്തത്. അപ്പോൾ ഇതെനിക്ക് എങ്ങനെ കിട്ടിയെന്നായിരിക്കും. ഇങ്ങനൊരു വീഡിയോയുടെ കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ദിവസം ഈ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ വീഡിയോസ് ആൾക്കാർ, ഞാൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നോട് കുറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു അവിടെ നിന്ന് തന്നെ. ഇങ്ങനൊരു വീഡിയോ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത് എൻ്റെ ഏച്ചിയുടെ കുടുംബശ്രീയിലുള്ളവരാണ്. പക്ഷേ അവർക്കാണെങ്കിലും ഞാനും ഏച്ചിയും റിലേഷനാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കിട്ടിയ വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ വീഡിയോ. ഭയങ്കര രസമുണ്ടായി ആ വീഡിയോ. അപ്പോൾ അതിന് ശേഷം ഡാൻസൊക്കെ കഴിഞ്ഞ് മോളെ ഫുൾ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് നമ്മൾ വൈറ്റ്, പിന്നെ സംഘഗാനാണ് കേട്ടോ, ഗ്രൂപ്പ് സോങ്ങിന് എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആമിമോൾ വൈറ്റ് ഡ്രസ്സിലേക്ക് മാറി. അപ്പം ഡാൻസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് സമയം എടുത്തിട്ടാണ് ഗ്രൂപ്പ് സോങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അതാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത്. വേറെ പാട്ടും കാര്യങ്ങളും ഡാൻസൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, അതാണ് ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന കാണുന്ന എല്ലാ മക്കളും. അപ്പം ഇവരുടെ പാട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ടായി. പിന്നെ ഇവരുടെ സംഘഗാനമായിരുന്നു. സംഘഗാനമൊന്നും പറയണ്ട, മൈക്കിന് വേണ്ടിയിട്ടുള്ള അടിപിടിയായിരുന്നു. അത് 2 മൈക്കും ഇത്രമാത്രം കുട്ടികളും ആയതുകൊണ്ട് മൈക്കിന് വേണ്ടിയിട്ടുള്ള തർക്കത്തിലായിരുന്നു അവർ കംപ്ലീറ്റ് ആ പാട്ട്. പാടുന്നവരൊക്കെ പാടിപ്പോയി, അടികൂടുന്നവരൊക്കെ അടികൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്, അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുക. ടാറ്റ ബൈ, ലവ് യു ഓൾ.